അതുകൊണ്ട് ആഴത്തിൽ വേര് ഉയരത്തിൽ ഫലം എന്ന വിഷയത്തെ ആധാരമാക്കി ഒരു ഗാനം രചിക്കണം എന്ന് ഡോക്ടർ തിയഡർ വില്യംസ് ഒരു കത്തിലൂടെ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ കോളേജ് കൗണ്ടറിൽ നിന്നും ഈ കത്ത് പൊട്ടിച്ചു വായിച്ചുകൊണ്ട് വേദനയോടുകൂടെയാണ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നത്. കാരണം ഞാൻ അങ്ങനെ ഒരു പാട്ട് എഴുതി ട്യൂൺ ചെയ്തിട്ടില്ല. കർത്താവ് തരുന്ന പാട്ട് ട്യൂണും വേർഡ്സ് ആൻഡ് ലിറിക്സ് അത് ഇറ്റ് കംസ് ഓൾ ടുഗദർ, അതൊന്നിച്ചാണല്ലോ വരുന്നത്. അങ്ങനെയാണ് എൻ്റെ പാട്ടുകളൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പാട്ടും ട്യൂണും ഒക്കെ കർത്താവിൻ്റെ ദാനമാണ്. എനിക്ക് പാട്ട് അറിഞ്ഞുകൂടാ, പാട്ട് ട്യൂൺ ചെയ്യാൻ അറിഞ്ഞുകൂടാ, സംഗീതം പഠിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റെങ്കിലും വായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുറെയൊക്കെ ക്രെഡിറ്റ് എനിക്ക് എടുക്കാമായിരുന്നു. എന്നാൽ മുഴുവൻ ക്രെഡിറ്റും എൻ്റെ ദൈവത്തിനാണ്, മുഴുവൻ ക്രെഡിറ്റും എൻ്റെ കർത്താവിനാണ്. കാരണം എൻ്റെതായിട്ട് ഇതിൻ്റെ അകത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വളരെ വേദനയോടുകൂടിയാണ് ഈ കത്തും വായിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നത്. കർത്താവ് എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ ഞാൻ ഒരു അസ്വസ്ഥനായി മാറി. വലിയൊരു മനുഷ്യൻ ആവശ്യപ്പെട്ടിരിക്കുന്ന, ഒരു വലിയ ദൈവദാസൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു തരത്തിലൊരു ബഹുമതി കൂടിയായിരുന്നു അത്. പക്ഷെ ഞാൻ പതറിപ്പോയ നിമിഷങ്ങളാണ്. ഞാൻ ഉടനെ ഡിപ്പാർട്ട്മെന്റിൽ വന്നു. എനിക്കുള്ള ഒരു മുറിയുണ്ട്. ആ മുറിയിൽ ഞാൻ കയറി കതകടച്ചു. ഞാൻ അവിടെ മുട്ടിന്മേൽ നിന്നു. ഞാൻ ഈ ഇർലൻഡ് തുറന്നു വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ, ദേവദാസൻ ഈ വിഷയത്തെ ആധാരമാക്കി ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ ഗാനം എഴുതുന്നവനല്ലെന്നും അവിടുന്ന് തരുന്ന ഗാനങ്ങൾ മാത്രമാണ് എൻ്റെ ഗാനങ്ങളെന്നും അങ്ങേക്ക് അറിയാമല്ലോ. എല്ലാ മഹത്വം അവിടുത്തേക്കാണല്ലോ. ഈ ദേവദാസന് വേണ്ടി ഒരു ഗാനം അവിടുന്ന് എൻ്റെ നാവിൽ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് കണ്ണീരോടുകൂടെയാണ് പ്രാർത്ഥിച്ചത്, തകർന്ന ഹൃദയത്തോടെയാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ, ആ മുട്ടിന്മേൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ അറിയാതെ എൻ്റെ നാവിൽ വന്ന വരികളാണ്, പാട്ടാണ്. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം ഉയരത്തിൽ. ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ പാടിക്കൊണ്ടാണ് എഴുന്നേറ്റത്. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം ഉയരത്തിൽ ഫലമാർന്നിടാം. 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം. 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം. ആ പാട്ടിനൊരു ആരംഭമായി. അത് തുടർന്ന് കർത്താവ് അതിൻ്റെ വരികൾ എനിക്ക് തരും എന്നെനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഈ പാട്ട് ഞാൻ പിന്നീട് പാടാം. എന്നാൽ ഈ പാട്ട് പൂർത്തീകരിച്ച് 2 സ്റ്റാൻസ് എഴുതി ഞാൻ തയ്യാറായിരിക്കുമ്പോഴാണ് ബാംഗ്ലൂരിൽ നിന്ന് എനിക്കൊരു കോൾ വന്നത്. ഈ പാട്ട് റെക്കോർഡ് ചെയ്യുവാനുള്ള സ്റ്റുഡിയോ ഒക്കെ ബുക്ക് ചെയ്തിരിക്കുന്നു, ഞാൻ ടിക്കറ്റ് അയക്കുന്നു, എത്രയും വേഗം മദ്രാസിലെ ഇന്ന സ്റ്റുഡിയോയിൽ വന്ന് ഈ പാട്ട് പാടി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോൺ വെസ്ലി, അന്നത്തെ ഇതിൻ്റെയൊക്കെ ചുമതല ഉണ്ടായിരുന്ന ജോൺ വെസ്ലി, അദ്ദേഹം പിൽക്കാലത്ത് IMന്റെ ജനറൽ സെക്രട്ടറി ആയി റിട്ടയർ ചെയ്തല്ലോ. എൻ്റെ ഒരു സ്നേഹിതനായിരുന്നു ജോൺ വെസ്ലി. ജോൺ വെസ്ലി എനിക്കൊരു കത്ത് അയച്ചു, ഒപ്പം ടിക്കറ്റും അയച്ചു. ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, ഈ പാട്ട് പൂർത്തിയായിട്ടില്ല. ഒരു സ്റ്റാൻസയോടെ എഴുതിയാൽ മാത്രമേ ആ പാട്ട് പൂർത്തിയാവുകയുള്ളൂ. ഞാൻ എന്തേ ചെയ്യേണ്ടു എന്ന് ഓർത്തു. ഏതായാലും ടിക്കറ്റ് വന്നിരിക്കുന്ന സ്ഥിതിക്ക് പോയേ പറ്റൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ മദ്രാസിനെ പുറപ്പെട്ടു. ജെമിനി സ്റ്റുഡിയോ എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ രാവിലെ സ്റ്റുഡിയോയിലെത്തി. ജോൺ വെസ്ലിയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ജോൺ വെസ്ലി പറഞ്ഞു, മ്യൂസിക് ഡയറക്ടർ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ പാട്ട് പാടി കേൾപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ പാട്ട് പാടി കേൾപ്പിച്ചു. പാട്ട് പാടിയപ്പോൾ അദ്ദേഹം കുറെ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുന്നത് കണ്ടു. എല്ലാം തയ്യാറായി. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ പാട്ട് പൂർത്തിയാക്കിയിട്ടില്ല. ഐ ഹാവ് 1 more stanza. ഒരു സ്റ്റാൻസയുടെ ഉണ്ട്, അതുകൊണ്ട് അത് ഞാൻ എഴുതിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, I will give you 10 minutes. You must write it എന്ന് പറഞ്ഞു. 10 മിനിറ്റ് കൂടെ തരാം, പോയി എഴുതാൻ പറഞ്ഞു. ഞാൻ കുറെ ദിവസങ്ങൾ വിചാരിച്ചിട്ടും ചിന്തിച്ചിട്ടും എഴുതാൻ കഴിയാഞ്ഞ ആ 3ാമത്തെ സ്റ്റാൻസ എഴുതുവാൻ 10 മിനിറ്റാണ് എനിക്ക് ഈ മ്യൂസിക് ഡയറക്ടർ, തമിഴനാണ്, അദ്ദേഹം അനുവദിച്ചത്.
ഞാൻ ഒരു നിമിഷം നിന്നതിന് ശേഷം പറഞ്ഞു, ശരി, ഞാൻ 10 മിനിറ്റ് കൊണ്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞ് അടുത്ത ഒരു മുറിയിലേക്ക് പോയി കഥ അടച്ച് വീണ്ടും മുട്ടുമേ നിന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, റെക്കോർഡിങ്ങിന് വേണ്ടി ഞാൻ ഈ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. ഈ പാട്ട് പൂർത്തിയായിട്ടില്ല. മൂന്നാമതൊരു സ്റ്റാൻസ കൂടെ എഴുതിയാൽ മാത്രമേ ഈ പാട്ടിന്റെ ആശയം പൂർത്തിയാവുള്ളൂ. അവിടുന്ന് അതെനിക്ക് തരണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ഉറവുകളെല്ലാം, എൻ്റെ ഉറവുകളെല്ലാം നിന്നിലാകുന്നു സംഗീതക്കാരൻ, നൃത്തം ചെയ്യുന്നവർ ഒരുപോലെ പറയുന്നു എന്ന് 87-ാം സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഉറവുകളെല്ലാം അവിടുത്തേതാണ്. അവിടുന്ന് ഉറവ് തുറന്നു എനിക്ക് വേണ്ടി ആ ഉറവ് ഒഴുക്കി. ഞാൻ ആ മൂന്നാമത്തെ സ്റ്റാൻസായ വിതിൻ 5 മിനിറ്റ്സ് എഴുതി പൂർത്തിയാക്കി. ഞാൻ 10 മിനിറ്റ് തികയുന്നതിന് മുമ്പേ മ്യൂസിക് ഡയറക്ടറുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഐ ആം റെഡി ടു റെക്കോർഡ് ഇറ്റ്. പെട്ടെന്ന് സ്റ്റുഡിയോയിലേക്ക് പ്രവേശിച്ചു. റെക്കോർഡിങ്ങിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ഞാൻ തന്നെയാണ് പാടുന്നത്. സെക്കൻഡ്സ് പാടുന്നതിനൊരു തമിഴ് സഹോദരൻ കൂടി എനിക്കുണ്ടായിരുന്നു. ആ മനുഷ്യൻ സെക്കൻഡ്സ് പാടുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ പാട്ട് ഞങ്ങൾ അവിടെ ഒന്നിച്ച് ആ പാട്ട് പാടി ഒറ്റ ടേക്ക്, only one take ആ പാട്ട് പൂർത്തിയാക്കി റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഞാൻ സന്തോഷത്തോടുകൂടി സ്തോത്രത്തോടെ മടങ്ങുകയുണ്ടായി. ആ പാട്ട് ഞാൻ മുഴുവനൊന്ന് പാടട്ടെ. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം, 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം. 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം. വചനത്തെ സ്നേഹിക്കണം, വചനത്തിനാഴമറിഞ്ഞിടണം. വചനത്തെ സ്നേഹിക്കണം, വചനത്തിനാഴമറിഞ്ഞിടണം. കൃപയിൽ വളർന്നിടണം, ആത്മഫലമെല്ലാം നൽകിയിടണം. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം. 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം. വചനമായി വന്ന നാഥൻ ജീവമുന്തിരി വള്ളിയായോ. വചനമായി വന്ന നാഥൻ ജീവമുന്തിരി വള്ളിയായോ. അവനോട് ചേർന്നിരുന്ന നല്ല ഫലമേകും കൊമ്പുകളാം. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം. 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം. ഫലമാർന്നു ജീവിച്ചിടാം, ഫലമില്ലാതത്തി പോലാകാം നമ്മൾ. ഫലമാർന്നു ജീവിച്ചിടാം, ഫലമില്ലാതത്തി പോലാകാം നമ്മൾ. ഒരു വർഷം കൂടി നാഥൻ തന്നാൽ ഫലമാവനേകിടുമോ. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം.
100 60 മേനിയായി വലിയൊരു വിളവേകിടാ. ഈ ഗാനം IM-ന്റെ തീം സോങ് ആയി മാറി. IM പ്രവർത്തിക്കുന്ന എല്ലാ ഭാഷകളിലേക്കും, ഇന്ത്യൻ ഭാഷകളിലേക്കും ആഴത്തിൽ ആഴത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. ഇന്നും IM മേഖലകളിൽ സജീവമായി പാടുന്ന ഈ പാട്ട്. എന്നാൽ IM-ന്റെ അതിരുകളെയൊക്കെ ലംഘിച്ചുകൊണ്ട് ഈ ഗാനം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ പൊതുസ്വത്തായി മാറിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാർത്തോമാ സഭയിലെ ഡോക്ടർ അഥനേഷ്യസ് തിരുമേനി, ഗിവറീസ് മാർ അഥനേഷ്യസ് തിരുമേനി, അദ്ദേഹവും ഞാനും ഒരുമിച്ച് പ്രീ യൂണിവേഴ്സിറ്റിക്ക് തിരുവല്ല കോളേജിൽ പഠിച്ചവരാണ്. ഞങ്ങൾ സ്നേഹിതരായിരുന്നു. ഗിവറീസ് മാർ അഥനേഷ്യസ് തിരുമേനിയുടെ കോൺസിക്രേഷന് ശേഷം അദ്ദേഹം നടത്തിയ മാരാമണിലെ ആദ്യത്തെ പ്രസംഗം ആരംഭിക്കുന്നത് ആഴത്തിൽ ആഴത്തിൽ എന്ന ഈ ഗാനം ആലപിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ മധുരമായ ഗംഭീരമായ സ്വരത്തിൽ ഈ ഗാനം ആലപിച്ചുകൊണ്ടാണ്. അത് മാത്രമല്ല, അദ്ദേഹം പല കൺവെൻഷനുകളിലും പിന്നെ ഈ ഗാനം ആലപിച്ചുകൊണ്ടാണ് തന്റെ പ്രസംഗം ആരംഭിച്ചിട്ടുള്ളത്. ട്രിവാൻഡ്രത്ത് ഞാൻ താമസിക്കുന്ന കാലത്ത് അദ്ദേഹം നന്ദൻകോട് മാർത്തോമ ചർച്ചിൽ പ്രസംഗത്തിന് വന്നപ്പോഴും ആഴത്തിൽ ആഴത്തിൽ എന്ന പാട്ട് പാടിയിരുന്നു. കഴിഞ്ഞ ദിവസം ആരോ ഒരു സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി, അവിടെ അദ്ദേഹം കേട്ട ഒരു കൺവെൻഷൻ പ്രസംഗത്തിലും ആഴത്തിൽ പാടിക്കൊണ്ടാണ് ഗിവറീസ് മാർ അഥനേഷ്യസ് തിരുമേനി പ്രസംഗം ആരംഭിച്ചത്. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമായിട്ടാണ് ഈ ഗാനത്തെക്കുറിച്ച് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്നാൽ എല്ലാ പാട്ടുകൾക്കും സംഭവിക്കുന്നത് പോലെ അനുഗായകർ പാട്ടുകൾക്ക് സ്വന്തം വേർഷൻസ് ചേർക്കുന്നത്, സ്വന്തം പാരഡികൾ ഉണ്ടാക്കുന്നത്, സ്വന്തം ഭാഷകൾ പ്രയോഗിക്കുന്നത് വളരെ വിചിത്രമായി തോന്നും. നിന്നിൽ ആ ആശ്വാസത്തിന് അത്രത്തോളം കുഴപ്പമില്ല എങ്കിൽ പോലും നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ എന്ന പാട്ടിൽ ഞാൻ പാടിയത് പാപമെല്ലാം മറക്കുന്നവൻ എന്നാണ്, തിരുവചനത്തിൽ മറക്കുന്നവൻ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ മറന്നു എന്നർത്ഥം. എന്നാൽ ചില ക്രൈസ്തവ സമൂഹങ്ങളും സ്നേഹിതരും പാടുന്നത് പാപമെല്ലാം ക്ഷമിക്കുന്നു, ക്ഷമിച്ചാൽ പിന്നെയും ഓർക്കുന്നവ അതാണ്. എന്നാൽ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയല്ല, നമ്മുടെ പാപങ്ങൾ മറക്കുകയാണ്. ഹി കുഡ് നെവർ റിമെമ്പർ ഇറ്റ് അഗെയിൻ. അത് പിന്നെ അവൻ ഓർക്കാൻ പോലും കഴിയില്ല. അതെന്തേ നമ്മൾ മനസ്സിലാക്കാത്തത്? അതെന്തുകൊണ്ട് നമ്മൾ പാടുവാൻ തയ്യാറാവുന്നില്ല? എന്റെ ദൈവം എന്റെ പാപം മറക്കുന്നവനാണ്, പിന്നെ അവൻ ഓർക്കുകയുമില്ല എന്നുള്ള ആ ഒരു സത്യം പ്രഖ്യാപിക്കുവാൻ ആ പാട്ട് എന്തുകൊണ്ട് നമ്മുടെ ആളുകൾ ഉപയോഗിക്കുന്നില്ല എന്നെനിക്കൊരു ദുഃഖമുണ്ട്. അതുപോലെയാണ് ഈ ആഴത്തിൽ ആഴത്തിൽ എന്നുള്ള പാട്ട്. തിരുവേദനത്തിൽ 2 പ്രാവശ്യം ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു കർത്താവ് പറയുന്നത്, ഒന്നാമത് നമ്മൾക്ക് കാണാൻ കഴിയുന്ന മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നല്ല നിലത്ത് വീഴുന്ന വിത്തിനെ കുറിച്ച് പറയുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ആ വിത്ത് 100 60 30 മേനിയായി ഫലം പുറപ്പെടുവിക്കും എന്ന്. എന്നാൽ ഇതേ ഉപമയുടെ വ്യാഖ്യാനം തന്നെ യേശു കർത്താവ് 4-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുമ്പോൾ അവിടെ 30 60 100 മേനി എന്നാണ് യേശു കർത്താവ് പറയുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ് 100 മേനി ഫലം കൊടുത്തു എന്ന്. 100 മേനി. കർത്താവ് 100 മേനിയിലാണ് കണ്ണ് വെച്ചിട്ടുള്ളത്. 100 മേനിയാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ഈ മത്തായി സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ബലഹീനരായ ചിലരെ കുറിച്ചാണ് ഈ 30 60 100 മേനി എന്നൊക്കെ പറയുന്നത്. ചിലർക്ക് അതാണ് താല്പര്യം, താഴെ തുടങ്ങിയാൽ മതിയല്ലോ എന്ന്. ഇത് പലരും 30 60 100 മേനിയ. ദയവ് ചെയ്ത് എന്റെ പാട്ടിനെങ്കിലും, എനിക്ക് എന്റെ ദൈവം തന്ന ഈ പാട്ടിലെങ്കിലും ആ തിരുത്തൽ വരുത്താതിരിക്കാൻ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് 30 60 100 മേനി എന്ന് എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറ്റൊരു പാട്ട് എഴുതിക്കൊള്ളൂ. എനിക്ക് പ്രതിഷേധമില്ല, എതിർപ്പുമില്ല. എന്നാൽ ഈ പാട്ട് ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം എന്ന ഈ പാട്ട് പാടുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ദയവായി 100 60 30 മേനിയായി വലിയൊരു വിളവ്. 100 60 30 100-ലാണ് വലിയൊരു വിളവ്, 100-ലാണ് വലിയൊരു വിളവ് വരുന്നത്. അങ്ങനെ പാടുവാൻ ശ്രദ്ധിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. കർത്താവ് ഇതൊക്കെ പറയുമ്പോൾ അതിനൊരർത്ഥമുണ്ട് എന്ന് ഓർക്കണം. നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.
നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളിൽ ഏറ്റവും ദ ബെസ്റ്റ് ഓഫ് യുവർ ടാലൻസ്, നിന്റെ താലന്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കർത്താവിന് കൊടുക്കാനല്ല, അത് ഏറ്റവും തഴഞ്ഞിട്ടിരിക്കുന്ന അവസാനം വരുന്ന ബാക്കി ഏതെങ്കിലും ഒന്ന് എന്ന കർത്താവിന് ഇരിക്കട്ടെ എന്ന്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഒരു ചൊല്ലുണ്ട്, പലയിടത്തും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സമർത്ഥരായ മക്കളൊക്കെ പഠിച്ച് എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ആയി മാറും പല വീടുകളിലും. എന്നാൽ പഠിക്കാൻ മണ്ടനായ ആ ഒരു കൊച്ചനുണ്ടെന്നിരിക്കട്ടെ, അവനെ കർത്താവിന് അങ്ങ് നേരും. ഊനമില്ലാത്തതിനെ കർത്താവിന് ബലി കൊടുക്കുവാൻ, യാഗം കഴിക്കുവാനാണ് മോശയുടെ കാലഘട്ടം മുതൽ യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളെയും വിശ്വാസ സമൂഹത്തെയും പഠിപ്പിച്ചിട്ടുള്ളത്. ഊനമില്ലാത്തത്. പക്ഷേ ഊനം എവിടെയുണ്ടോ അതിനെ കർത്താവിന് സമർപ്പിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ പലപ്പോഴും കാണുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ളവർക്കാണ് ഇത് പറ്റിയത്. 30, 60, 100 എന്ന് പാടുവാൻ പറ്റിയത്. കർത്താവ് പറഞ്ഞതാണെങ്കിൽ പോലും കർത്താവ് പിന്നെയും പറഞ്ഞു, 100 മേനി ഫലം കായ്ക്കുന്നതാണ് ഈ ആവശ്യം എന്ന് യേശു കർത്താവ് പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രേഷ്ഠമായത് കർത്താവിന് കൊടുക്കുവാൻ മടി കാണിക്കരുത്. ശ്രേഷ്ഠമായത് കർത്താവിന് കൊടുക്കുവാൻ നാം തയ്യാറായിരിക്കണം. എനിക്കുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുക്കുവാൻ, എനിക്കുള്ളതൊക്കെയും കൊടുക്കുവാൻ തയ്യാറാവുക എന്ന് പറയുന്ന അനുഭവം. ആ വിധവ, 2 കാശിട്ട വിധവ, അവൾക്ക് വേറെ ഒന്നുമില്ലായിരുന്നു. അവളുടെ ജീവനം മുഴുവൻ, അവൾക്ക് അന്ന് ജീവിക്കേണ്ട മുഴുവൻ സമ്പത്തും 2 കാശ്, അത് മുഴുവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു സ്ത്രീ. അവരൊക്കെ നമ്മളെ ജീവിതത്തിൽ ചലഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. അവരൊക്കെ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരുടെയൊക്കെ മുമ്പിൽ ചൂളിപ്പോകുന്നില്ലേ ഈ 30, 60, 100 മേനിയൊക്കെ ഒന്ന് പാടുമ്പോൾ? അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ചൂളിപ്പോവുകയാണ്. 100 മേനി ഫലം കായ്ക്കുവാൻ നിന്നോട് നിന്റെ ദൈവം ആവശ്യപ്പെടുമ്പോൾ, കർത്താവ് ആവശ്യപ്പെടുമ്പോൾ, ഞാൻ 30 തരത്തുള്ളൂ എന്ന് പറയുന്നത് എത്ര വ്യസനകരമായ ഒരു കാര്യമാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായത് കൊടുക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായി തീരണം എന്നുള്ളതാണ്. ഇവിടെ ഈ ഗാനം ആഴത്തിൽ ഉയരത്തിൽ ഫലമാണ്. ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. ആ ഒരു ശേഷിപ്പിന്റെ അനുഗ്രഹകരമായ ഒരു ജീവിതത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പിൽക്കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ സർവൈവ് ചെയ്ത ഇസ്രായേൽ മക്കള് ഈ വിധത്തിൽ ആഴത്തിൽ വേരൂന്നി ഉയരത്തിൽ ഫലമായി. ഇന്നും ആഴത്തിൽ വേരൂന്നി. ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗങ്ങളിൽ ചോദിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴം എത്ര, നിങ്ങളുടെ പ്രത്യാശയുടെ ദൂരം എത്ര എന്ന്. യോസഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നെ ആവേശഭരിതനാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. യോസഫിന്റെ വിശ്വാസം ആഴത്തിലുള്ള വിശ്വാസമായിരുന്നു. യോസഫിന്റെ പ്രത്യാശയോ വിദൂരതയിലേക്ക് യാത്ര ചെയ്യുന്ന, നൂറ്റാണ്ടുകളെ അതിശയിക്കുന്ന, സൂപ്പർസീഡിങ് സെഞ്ചുറീസ്, കാലഘട്ടങ്ങളെ, നൂറ്റാണ്ടുകളെ അതിശയിക്കുന്ന, നൂറ്റാണ്ടുകളിലൂടെ യാത്ര ചെയ്തു പോയ ജോസഫിന്റെ പ്രത്യാശ 430 വർഷം നീണ്ട പ്രത്യാശയാണത്. നമുക്കൊക്കെ ഒരു ദിവസത്തെ കാലം പോലും പ്രത്യാശിക്കാൻ കഴിയുന്നില്ല. എന്തിനാ? 1 മണിക്കൂർ പോലും നമുക്ക് പ്രത്യാശയില്ലല്ലോ. അടുത്ത മണിക്കൂറിൽ, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ധൈര്യപൂർവ്വം കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അവിടെയാണ് ജോസഫിന്റെ പ്രത്യാശ 430 വർഷങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന, സൂപ്പർസീഡ് ചെയ്യുന്ന ആ അത്ഭുതം നമുക്ക് കാണുന്നത്. അതുകൊണ്ട് ആഴത്തിൽ ഉയരത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയുക. 1-ാമത്തെ സ്റ്റാൻസയിൽ അതുകൊണ്ട് വചനത്തെ സ്നേഹിക്കണം, വചനത്തിന് ആഴം അറിഞ്ഞിടേണം, കൃപയിൽ വളർന്നിടേണം, ആത്മഫലമെല്ലാം നൽകിടേണം എന്ന് ഞാൻ പാടിയത്. വചനത്തെ സ്നേഹിക്കണം. ഇന്ന് വചനത്തിന്റെ മുമ്പിൽ നമുക്കൊക്കെ ഇപ്പോ സാധാരണ പള്ളിയിലൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന ഉടനെ അച്ഛന്മാര് പറയുന്നുണ്ട് 20 മിനിറ്റ് ആളുകളൊക്കെ സഹിക്കത്തുള്ളൂ, 20 മിനിറ്റ് പ്രസംഗിക്കാവുന്നു. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഞാൻ 20 മിനിറ്റ് വേണ്ട, ഞാൻ 15 മിനിറ്റിലോ 19-ാമത്തെ മിനിറ്റിൽ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ പ്രസംഗിച്ചു. 19-ാമത്തെ മിനിറ്റിൽ ഞാൻ അവസാനിപ്പിച്ചു. ഒരു പ്രയാസവും ഉണ്ടാകുന്നില്ല. പക്ഷേ വചനത്തെ ഇങ്ങനെ വെട്ടിമുറിക്കരുത്, വചനത്തെ ഇങ്ങനെ നിയന്ത്രിക്കരുത്. നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒന്നല്ല വചനം. വചനം ആഴത്തിൽ ഇറങ്ങുന്നതാണ്, ഉയരത്തിൽ ഫലം കായ്ക്കുന്നതാണ്. വചനത്തെ എന്താ ആവശ്യം? വി വാണ്ട് പ്രീച്ചേഴ്സ് ടു പ്രീച്ച് സെർമൺസ് ടു ക്രിസ്ത്യൻസ്. കൊച്ചു ക്രിസ്ത്യാനികളോട് കൊച്ചു പ്രസംഗം ചെയ്യുന്ന കൊച്ചു പ്രസംഗകരെയാണ് ഇന്ന് നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യം. ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞതാണ്, വി വാണ്ട് പ്രീച്ചേഴ്സ്. പ്രീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കൊച്ചു പ്രസംഗകർ. വി വാണ്ട് പ്രീച്ചേഴ്സ് ടു പ്രീച്ച് സെർമൺസ്. കൊച്ചു പ്രസംഗം, സെർമൺസ്.
വി വാണ്ട് preachers to preach sermons to Christians. ആർക്ക്? കൊച്ചു ക്രിസ്ത്യാനികൾക്ക് കൊച്ചു പ്രസംഗം ചെയ്തു കൊടുക്കുന്ന കൊച്ചു പ്രസംഗകരെയാണ് ഇന്ന് ആവശ്യം. വചനം ആഴത്തിൽ സഞ്ചരിക്കേണ്ടതാണ്. വചനം ഉയരത്തിൽ ഫലം കായ്ക്കേണ്ടതാണ്. വചനത്തെ സ്നേഹിക്കണം സഹോദരങ്ങളെ. എത്ര മാധുര്യമേറിയതാണ്. 119 സങ്കീർത്തനം മുഴുവൻ വചനത്തിന്റെ മാധുര്യത്തെക്കുറിച്ച്, അതിന്റെ ആഴത്തെക്കുറിച്ച്, അതിന്റെ ശക്തിയെക്കുറിച്ച്, അതിന്റെ പ്രാബല്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. വായിച്ചു പഠിക്കണം. എന്നിട്ട് വചനത്തിന്റെ മുമ്പിൽ മൗനമായി നിശബ്ദമായി ഇരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാനുള്ള മനസ്സൊരുക്കമുണ്ടാവണം. രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞത്, വചനമായി വന്ന നാഥൻ ജീവമുന്തിരി വള്ളിയായവൻ അവനോട് ചേർന്നിരുന്നാൽ നല്ല ഫലമേകും കൊമ്പുകൾ. അതാണ് രഹസ്യം. എന്റെ യേശുവിനോട് കൂടെ ചേർന്നിരുന്ന ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്റെ കർത്താവ് പറയുന്നു. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കാത്ത കൊമ്പുകൾ തനിയെ ഇരിക്കും, അതിലൊന്നും ഉണ്ടാവില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞു. എന്നാൽ മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുക കൊമ്പുകളോ, അതിൽ ഒത്തിരി ഫലങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊമ്പുകളായി മാറണം. മുന്തിരിവള്ളിയായ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന കൊമ്പുകളായി നാം മാറുമ്പോൾ നാം ഒത്തിരി ഫലം കായ്ക്കുന്നവരായി തീരുമെന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെയല്ല. മുന്തിരിവള്ളിയോടൊരു ബന്ധമില്ല, കൊമ്പുകളാ. മുന്തിരിവള്ളിയുടെ കൊമ്പുകൾ മാത്രം വേറിട്ട് നിൽക്കുന്ന കൊമ്പുകളാ, ഒന്നും ഫലമില്ലാതായി. അതുകൊണ്ടാണ് ഇന്ന് വചന ശുശ്രൂഷയിൽ ഫലമില്ലാതായി പോകുന്നത്. വചനം ആകാതെ പോകുന്നത് അതുകൊണ്ടാണ്. വചനം കൊണ്ട് പ്രയോജനമില്ലാതായി പോകുന്നത് അതുകൊണ്ടാണ്. വചനം ഒരു മാധുര്യമേറിയ അനുഭവമായി മാറാത്തത് മുന്തിരിവള്ളിയിൽ നിന്ന് അറ്റുപോയിരിക്കുന്നത് കൊണ്ടാണ്. മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ കൊമ്പുകൾ ഫലകരമായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ വെട്ടി എല്ലാം തീയിലിട്ട് ചുട്ടുകളയുന്ന അനുഭവം ഒരു സമയത്തുണ്ടാവും എന്നോർക്കുക. അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഞാൻ പാടിയത്, വചനമായി വന്ന നാഥൻ ജീവമുന്തിരിവള്ളിയായവനാണ്, അവനോട് ചേർന്നിരുന്നാൽ നല്ല ഫലമേകും കൊമ്പുകളായി നമുക്ക് തീരാമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എഴുതുവാൻ കഴിയാതെ പോയ മൂന്നാമത്തെ സ്റ്റാൻസ, സ്റ്റുഡിയോയിലെ ഏകാന്തതയിൽ ഇരുന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞ് 10 മിനിറ്റുകൾക്കുള്ളിൽ എഴുതി പൂർത്തിയാക്കിയ മൂന്നാമത്തെ സ്റ്റാൻസ്. അതൊരു ചലഞ്ചാണ്, ഒരു മുന്നറിയിപ്പ് പോലെ നൽകുന്ന ഒരു സ്റ്റാൻസയാണ്. അതിങ്ങനെയാണല്ലോ, ഫലമാർന്നു ജീവിച്ചിടാം, ഫലമില്ലാതെ പോലാകാം നമ്മൾ. ഫലമാർന്നു ജീവിച്ചിടാം, ഫലമില്ലാതെ പോലാകാം നമ്മൾ. ഒരു വർഷം കൂടി നാഥൻ തന്നാൽ ഫലമാവനേകിടുമോ. അവിടെ ഒരു വർഷം എന്നുള്ളതിന് ഈ വർഷം കൂടി നാഥൻ തന്നാൽ ഫലമാവനേകിടുമോ എന്നും പാടാം. ഫലമാർന്നു ജീവിക്കാം, ഫലമില്ലാതെ അത്തി പോലെ ആകാം നമ്മൾ. യെരുശലേമിൽ നിന്ന് ബേഥാനിയിലേക്ക് പോയി രാത്രി പട്ടിണി കിടന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ലാസറിന്റെ ഭവനത്തിൽ, മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലായിരുന്നിരിക്കാം. എങ്കിൽ പോലും എൻ്റെ യേശു കർത്താവ് രാത്രിയിൽ ഉപവസിച്ചു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. രാവിലെ വിശപ്പോടെയാണ് അവൻ യെരുശലേമിലേക്ക് ബേഥാനിൽ നിന്ന് 2 നാഴിക ദൂരമുള്ള സ്ഥലമാണ് മടങ്ങിയത്. അപ്പോഴാണ് തളർത്തു നിൽക്കുന്ന ഒരു അത്തി കണ്ടത്. അത്തി തളർത്തു നിന്നാൽ അതിന്റെ അർത്ഥം അതിൽ ഫലമുണ്ട് എന്നാണ്. എന്നാൽ യേശു കർത്താവ് അവിടെ ചെന്ന് അത്തി അന്വേഷിച്ചപ്പോൾ ആ തളർത്തു നിന്ന അത്തിയിൽ ഫലമില്ലാതെ കണ്ടപ്പോൾ, ഇനിമേൽ നിന്നിൽ ഫലം കായ്ക്കാതിരിക്കട്ടെ എന്ന് യേശു കർത്താവ് അത്തിയെ ശപിച്ചു പോയ സംഭവം നമുക്കറിയാം. എന്തുകൊണ്ടാണ് അത്തിയെ ശപിച്ചത്, എന്തിനാണ് അത്തിയെ ശപിച്ചതെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട്. അത്തിയെ ശപിച്ചത് ഇതുകൊണ്ടാണ്, അവൻ ഫലം കായ്ക്കാതിരുന്ന കാലത്ത്, ഫലം കായ്ക്കുന്ന സീസൺ അല്ലാത്ത കാലത്ത് ആ അത്തി പറഞ്ഞു, എന്നിൽ ഫലമുണ്ട് എന്ന്. നിന്റെ ജീവിതത്തിൽ നിനക്ക് നിന്റെ തെറ്റായ നിന്റെ ഈ എക്സിബിഷൻസ് ഉണ്ടല്ലോ, നിന്റെ ഈ പ്രകടനങ്ങൾ, നിന്നിൽ അത് യാതൊരു ഫലവുമില്ലാതിരിക്കുമ്പോൾ തന്നെ നിന്നിൽ ഏതാണ്ടൊക്കെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഈ പ്രകടനമുണ്ടല്ലോ, ഈ എക്സിബിഷൻ, അത് ദൈവസന്നിധിയിൽ ഒരു വലിയ പാപമാണ്. ഓർക്കണം, ഒന്നുമില്ലാതിരിക്കെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് ഭാവിച്ച് നടക്കുന്ന ഒരവസ്ഥ
ദാറ്റ് ഇസ് എ സിൻ. അതൊരു വലിയ പാപമാണ്. എനിക്കുള്ളതുപോലെ ഞാൻ ജീവിച്ചാൽ പോരെ, എനിക്കുള്ളത് ഞാൻ നടിച്ചാൽ പോരെ, ഇല്ലാത്തത് എന്തിനാ ഞാൻ പറഞ്ഞു നടക്കുന്നത്? ഈ അത്തി അതാണ്. എന്റെ യേശുവിനെ, സൃഷ്ടാവായ എന്റെ യേശുവിനെ ഈ അത്തി അവനിലേക്ക് ആകർഷിച്ചത് ഞാൻ ഏതാണ്ടൊക്കെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇറ്റ് വാസ് നത്തിങ് വാസ് ദെയർ. ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. യേശു കർത്താവ് അതുകൊണ്ട് ആ തീയെ ശപിച്ചു. മടങ്ങി വന്നപ്പോൾ അത്തി കരിഞ്ഞു പോയിരുന്നു. നമുക്ക് ഓർക്കാം, ആ ശാപം മനുഷ്യവർഗത്തിന്റെ മേലാണ് യേശു കർത്താവ് അയച്ചിരുന്നതെങ്കിൽ മനുഷ്യവർഗം മുച്ചൂടും ആ നിമിഷങ്ങളിൽ ഇല്ലാതായി പോകുമായിരുന്നു. നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യം, അത്തിയെ മാത്രമാണല്ലോ എന്റെ യേശു ശപിച്ചത്. അത്തി എന്താ? അത്തി ഇസ്രായേൽ മക്കളുടെ പ്രതീകമാണെന്ന് ഓർക്കണം. ഇസ്രായേൽ ജനത അവർക്ക് ദൈവസന്നിധിയിൽ ഒന്നും കാഴ്ചവെക്കാനില്ലാതിരിക്കെ സ്വയം അഹങ്കരിക്കുകയും അഹംഭാവം കാണിക്കുകയും തങ്ങൾ ആരൊക്കെയോ ആണ്, ഏതൊക്കെയാണെന്ന് നടിക്കുകയും ചെയ്യുന്ന ആ ഭാവം കണ്ടുകൊണ്ട് വേദനിക്കുന്ന യേശുവാണ് ഇസ്രായേൽ മക്കളെ ശപിക്കാതെ ഈ അത്തിയിൽ ആ ഭാവം കണ്ടിട്ട് അത്തിയെ ശപിക്കുന്നത്. ഫലമില്ലാതെ അത്തി പോൽ ആകരുത് നമ്മൾ എന്നാണ് ഈ പാട്ടുകാരൻ പറയുന്നത്. ഫലമാർന്നു ജീവിച്ചിടാം, ഫലമില്ലാതെ അത്തി പോലാകരുത് നമ്മൾ. ഫലമില്ലാത്ത അത്തി പോലായി ശപിക്കപ്പെട്ടവരായി തീരരുത് എന്നർത്ഥം. ഫലമില്ലാത്ത അത്തിയായി കരിഞ്ഞു പോകുവാൻ ഇടയാവരുത് എന്നർത്ഥം. എത്രയോ ജീവിതങ്ങളാണ് അങ്ങനെ സംഭവിക്കുന്നത്. എത്രയോ ജീവിതങ്ങൾ ഫലമില്ലാതെ ജീവിച്ചിട്ട് എനിക്ക് ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടും. നാട്ടുകാരൊക്കെ ചിലപ്പോൾ ധരിച്ചു വന്നേക്കും. പക്ഷേ നിന്റെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന, നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന, നിന്റെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്ന, നിന്റെ അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞെടുത്ത ചിത്രത്തയ്യല് പോലെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ മെനഞ്ഞെടുത്ത സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണുകളെ വെട്ടിക്കാൻ നിനക്ക് കഴിയില്ല. അതിനെ കബളിപ്പിക്കാൻ നിനക്ക് കഴിയില്ലെന്ന് ഓർക്കണം. നിന്റെ ഇല്ലായ്മ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമാണ് നിനക്കുള്ളത്. നിന്റെ ആത്മീക ശൂന്യത അത് നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നിനക്കുള്ളത് എന്നോർക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ ഈ കാപട്യം ഒന്നും കാണിക്കരുത്. ഞായറാഴ്ചകളിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലൊക്കെയാ, സ്ത്രീകൾ ധാരാളം സാരികൾ വാങ്ങിച്ചു വെക്കും. അതെപ്പോഴാ പ്രകടിപ്പിക്കുന്ന അറിയാമോ? ഞായറാഴ്ചകളിൽ ഒന്നുകിൽ കമ്മ്യൂണിന് പോകുമ്പോൾ ഉടുത്തോണ്ട് വരാൻ, അല്ലെങ്കിൽ അന്ന് പാഠം വായിക്കുമ്പോൾ ഉടുത്തോണ്ട് വരാൻ. ഇതൊക്കെ ആകുമ്പോൾ ഒന്ന് എക്സിബിറ്റ് ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കുന്നു പറഞ്ഞു. ഉള്ളിൽ ആ പാഠം വായിക്കാൻ വരുന്നവര് വീട്ടിൽ വെച്ച് ആ പാഠം, വേദഭാഗം ഒരിക്കലെങ്കിലും വായിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തെറ്റാതൊന്ന് വായിച്ചു പോകും. പക്ഷേ തെറ്റുകളുടെ കൂമ്പാരം വായിച്ചുകൊണ്ടാണ് അന്ന് പറയും. ജനങ്ങൾക്ക് കാണാൻ പറ്റി എന്താ? നല്ല സാരി. അതല്ലാതെ ഒന്നും അവർക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ഈ നല്ല സാരി കാണാൻ പറ്റി, നല്ല ആഭരണം കാണാൻ പറ്റി, അങ്ങനെ എക്സിബിറ്റ് ചെയ്തു പോകുന്നത്. അതല്ല ഫലം ദൈവസന്നിധിയിൽ നിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ നീ അവതരിപ്പിക്കണം. വസ്ത്രം ധരിക്കുന്നതും പൊന്നണിയുന്നതുമല്ല എന്ന് പൗലോസ് പറഞ്ഞു. പൊന്നണിയേണ്ടെന്നല്ല, വസ്ത്രം ധരിക്കേണ്ടെന്നല്ല, അതൊക്കെ ആയിക്കൊള്ളൂ. പക്ഷെ അതിനേക്കാളും ശ്രേഷ്ഠമായി ദൈവം മാനിക്കുന്നത് നിന്റെ ആത്മാവിന്റെ സൗന്ദര്യമാണ്, നിന്റെ ആത്മാവിന്റെ ഫലങ്ങളാണ്. അത് ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ നിനക്ക് കഴിയണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫലമാർന്നു ജീവിച്ചിടാം, ഫലമില്ലാതെ അത്തി പോലെ നീ ആകരുത് എന്ന് ഈ പാട്ടുകാരൻ മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവം എപ്പോഴും ദൈവജനത്തിന് കൊടുക്കുന്ന ഒരു സാവകാശമുണ്ട്. 1 വർഷം കൂടെ. നമുക്കറിയാമല്ലോ, തോട്ടം വൃത്തി വെടിപ്പാക്കി ഫലം കായ്ക്കാത്ത ഒരു അത്തിയുടെ കഥ ഒരിക്കൽ യേശു കർത്താവ് പറയുന്നുണ്ട്. യജമാനോട് ചെന്ന് പറയുന്നു, 1 വർഷം കൂടെ ഇതിനെ നിർത്തണം, ഫലം കായ്ക്കുന്നില്ലെങ്കിൽ നമുക്ക് വെട്ടി നശിപ്പിക്കാം. 1 വർഷം കൂടെ, ഈ ജീവിതത്തിൽ നിനക്ക് ഈ വർഷം കൂടെ നിന്റെ ദൈവം തരുമ്പോൾ ആ 1 വർഷം, ഈ വർഷം നിനക്ക് അവനൊരു ഫലം കൊടുക്കുവാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധയോടുകൂടെ നമ്മൾ കേൾക്കണം. ഇത് ദൈവസന്നിധിയിൽ ഒരു സമർപ്പണത്തിന്റെ നിമിഷം കൂടിയായി മാറട്ടെ. ഇത് ഒരു പാട്ടിന്റെ കഥ മാത്രമല്ല, നിന്റെ ആത്മപരിശോധനയ്ക്കുള്ള നിമിഷങ്ങളായി തന്നെ ഈ നിമിഷങ്ങൾ മാറട്ടെ. ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം 1 വർഷം കൂടെ നിനക്ക് തരികയാണ്. ഫലം പുറപ്പെടുവിക്കുവാൻ ഈ വർഷം കൂടെ നിനക്ക് ഒരു അഡീഷൻ, 1 വർഷം കൂടെ ദൈവത്തിന്റെ സൗജന്യം. ദാറ്റ് ഈസ് ഗ്രേസ്. അതാണ് കൃപ. നിന്നെ പൂർണ്ണമായി നശിപ്പിക്കാതെ അവൻ കൃപയാൽ
നിന്നെ നശിപ്പിക്കാതെ 1 വർഷം കൂടെ നിനക്ക് തന്നാൽ നീ ഫലം കൊടുക്കുമോ എന്നുള്ളതാണ് എൻ്റെ ആത്മാവിലൂടെ ദൈവം അന്ന് ചോദിച്ച ചോദ്യം. ആ സ്റ്റുഡിയോയുടെ മുറിയിൽ അവസാനം എഴുതി ചേർത്ത ഈ വരികളാണ് ഒരു വെല്ലുവിളിയുടെ, ഒരു ചോദ്യത്തിന്റെ അർത്ഥവുമായി ഇന്നും നിൽക്കുന്നത്. 1 വർഷം കൂടെ നിനക്ക് തന്നാൽ നീ കർത്താവിന് ഫലമുള്ള ഒരു അത്തിയായി മാറുമോ? ഫലം പുറപ്പെടുവിക്കുന്ന അത്തിയായി തീരുമോ എന്ന് യഹോവയായ ദൈവം ചോദിക്കുന്ന ചോദ്യം ഈ ഗാനത്തിലൂടെ വീണ്ടും പ്രതിധ്വനിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പാട്ടുകൾ കേവലം വാക്കുകളല്ല, പാട്ടുകൾ കേവലം ആശയങ്ങളല്ല, പാട്ടുകൾ കേവലം രാഗങ്ങളും സംഗീതവുമല്ല. പാട്ടുകൾ അതിനൊക്കെ ആഴത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസം എബിയോട് പറയുകയായിരുന്നു, പാട്ടുകൾക്കുള്ള സ്ഥാനത്തെക്കുറിച്ച് മാർട്ടിൻ ലൂതർ പറഞ്ഞത്, സുവിശേഷം കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്ലേസ് പാട്ടുകൾക്കാണ്. സുവിശേഷത്തിനാണ് ഒന്നാമത്തെ സ്ഥാനം, ഗോസ്പൽ ഒന്നാമത്തെ സ്ഥാനം. 2ാമത്തെ സ്ഥാനം ഗോസ്പൽ സോങ്സിനാണ്, ഹിംസിനാണ്, കീർത്തനങ്ങൾക്ക്, സംഗീതത്തിനാണ്. ഒരു ഗാനത്തിലൂടെ വിക്ഷേപിക്കുവാൻ കഴിയുന്ന ആശയം ഒരുപക്ഷെ ഒരു പ്രസംഗത്തിൽ പോലും പറയുവാൻ കഴിയാത്ത ആശയങ്ങളായിരിക്കും. അതുകൊണ്ട് പാട്ടുകൾ കേവലം പാട്ടുകളല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ അധരങ്ങൾ കൊണ്ട് പാടുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം എന്ന്. Can you believe it? അധരം കൊണ്ട് വെറുതെ പാടും. ധാരാളം കൊയർ മെമ്പേഴ്സ് ഉണ്ട്. ഈ കൊയർ മെമ്പർമാരൊക്കെ പള്ളി വന്ന് വലിയ പാട്ടുകളൊക്കെ കസർത്തിൽ പാട്ട് പാടും. How many of them believe what they sing? അവർ പാടുന്നത് എത്ര പേരാണ് വിശ്വസിക്കുന്നത്? എത്ര പേരാണ് പാട്ട് പാടുന്നത് വിശ്വസിക്കുന്നത്? ആത്മാവിൽ ഉൾക്കൊണ്ടുകൊണ്ട് എത്ര പേരാണ് പാട്ട് പാടുന്നത്? ഏത് പാട്ടും ആത്മാവിൽ ഉൾക്കൊണ്ടുകൊണ്ട് പാടിയാൽ നമ്മുടെ ഹൃദയം ആർദ്രമാകും, നമ്മുടെ കണ്ണുകൾ സജലങ്ങളാകും. ദൈവസന്നിധിയിൽ കണ്ണീര് വാർത്തുകൊണ്ടേ ഏത് പാട്ടും പാടുവാൻ കഴിയുള്ളൂ. ചില ക്രൈസ്തവ വിഭാഗങ്ങൾ കൈയടിച്ച് ആർത്തടിച്ച് പാടുമ്പോഴാണ് ആത്മാവ് വരുന്നതെന്ന് പറയാം. അങ്ങനെയല്ല. നീ ശാന്തമായിരുന്നു ദൈവസന്നിധിയിൽ ധ്യാനത്തോടു കൂടെ ഇരുന്ന് ഒരു പാട്ട് പാടിക്കേ, ആത്മാവിൽ ആ വരികൾ ഏറ്റെടുത്തുകൊണ്ടൊന്ന് പാടിക്കേ. നിന്റെ കണ്ണ് നിറയും, നിന്റെ ഹൃദയം ആർദ്രമാകും. ദൈവസന്നിധിയിൽ നീ അറിയാതെയോ അണപൊട്ടി ഒഴുകുന്നത് പോലെ ഒഴുകും. അധരങ്ങൾ കൊണ്ട് പാടുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയും. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ആമേൻ. സമാപന ഗാനത്തിനായിട്ട് ഷേർലി സാർജനെ ക്ഷണിക്കുന്നു. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. എല്ലാം ഞാനേകിടും മാനസം ദേഹം നിൻഹിതം ചെയ്തിടുവാ എന്നെ സമർപ്പിക്കുന്നു. എല്ലാം ഞാനേകിടും മാനസം ദേഹം നിൻഹിതം ചെയ്തിടുവാ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണമാ നിൻ കയ്യിൽ തന്നിടുന്നു. പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ, ഓടട്ടെ നാടെങ്ങും ഞാൻ നിൻ നാമം ഘോഷിക്കുവാൻ.
പോകട്ടെ നിനക്കായി ഞാൻ പാട് സഹിച്ചിടുവാൻ. ഓടട്ടെ നാടെങ്ങും ഞാൻ നിന്നാമം ഘോഷിക്കുവാൻ. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. താങ്ക് യു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ നമ്മൾ കേട്ട വചനത്തോടും നമ്മൾ പാടിയ ഗാനങ്ങളോടും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.